ബംഗാൾ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം കേരളത്തിൽ തൊഴിലെടുക്കുന്ന അതിഥി തൊഴിലാളികൾ എങ്ങനെ സ്വീകരിക്കും, എങ്ങനെ നിലപാടെടുക്കുമെന്നതായിരുന്നു നമ്മുടെ ചോദ്യം. എന്തായാലും ആശങ്കപ്പെടുന്ന തരത്തിൽ ആരും കേരളം വിട്ടുപോകില്ല. കേരളത്തിലേത് തന്നെയാണ് മികച്ച തൊഴിൽ സാഹചര്യമെന്ന പൊതു അഭിപ്രായമാണ് അവർക്കിടയിൽ നിന്നുമുണ്ടാകുന്നത്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണവും വരുന്നു. കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തൊഴിലാളികളെ മമതാ ബാനർജി തിരിച്ചു വിളിച്ചത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യം കേരളത്തിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച സംസ്ഥാനം കേരളമാണെന്നും ന്യൂസ് 18 വാർത്തയോട് ശിവൻകുട്ടി പ്രതികരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നുള്ള പേര് മാറ്റി അതിഥി തൊഴിലാളികളെന്നാക്കി മാറ്റിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഞങ്ങൾ അവരെ കേവലം തൊഴിലാളികളായിട്ട് മാത്രം കാണുന്നവരല്ല. ഞങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾ പരിഗണന കൊടുക്കുകയാണ്. കേരളത്തിന്റെ വികസന യാത്രയിൽ അവർ വഹിക്കുന്ന പങ്കിനെ ഞങ്ങൾ മാനിക്കുകയാണ്, അല്ലാതെ ഞങ്ങൾ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പേര് വിളിക്കുകയും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പോലുള്ള ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ അതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവും. അവർക്ക് മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നു. തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ കാര്യത്തിൽ ശക്തമായി നമ്മൾ ഇടപെടുകയാണ്. സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ, മികച്ച വേതനം, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, കുട്ടികളുടെ വിദ്യാഭ്യാസം, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലുമുള്ള അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് അവരെ പ്രത്യേക ഒരു പരിഗണനയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ ഓരോ തൊഴിലാളികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ബംഗാൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ആഭ്യന്തര വിഷയമാണ്. എന്നാൽ കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും ഞങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. അവരിവിടെ സുരക്ഷിതരാണ്. അവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ഈ നിലപാട് ഞങ്ങൾ എന്നും തുടരുന്നു. കേരളം ആണ് ഇന്ത്യക്ക് തന്നെ മാതൃക. മിനിമം വേതനം നടപ്പിലാക്കി കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. 62 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഇന്ന് ക്ഷേമനിധി ബോർഡ് അംഗങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഇല്ല. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ തന്നെ റദ്ദ് ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ അതിഥി തൊഴിലാളികളെ ഒരു സംസ്ഥാനത്തു നിന്ന് ഇറക്കി വിടുന്നത് അത് ഒട്ടും ഉചിതമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏത് പൗരനും ഇന്ത്യ രാജ്യത്ത് ന്യായമായി നിയമപരമായി സഞ്ചരിക്കുവാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ഉള്ളപ്പോൾ ഏകാധിപത്യപരമായി അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടാണ്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാന സർക്കാർ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കുമെന്ന് കേരളവും വാദിക്കുന്നു. അതേസമയം മമതാ സർക്കാർ നിങ്ങൾ മടങ്ങി വരുമെന്ന് ബംഗാളികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നിലവിൽ ഈ മേഖലയിലെ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രതികരണം അവരാരും കേരളം വിടില്ല എന്നതാണ്. ഇവിടുത്തേത് തന്നെയാണ് ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യം എന്ന് തന്നെയാണ്.